വസന്തകാലം പോലെയാണ് ഫീൽ, കാരണം തൊടുന്നതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനുള്ള ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം പോലത്തെ സിനിമ. അപ്പോൾ ഈ മാർച്ച് 22 ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ഈ ആടുജീവിതം റിലീസ്. അപ്പോൾ ഇതിൻ്റെ തിയേറ്ററിൻ്റെ ലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് 60ഓളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണല്ലോ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും. അപ്പോൾ ഇത് എത്ര ദിവസം ഓടണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അത് ആദ്യം ഞങ്ങളുടെ ചലഞ്ച് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഒരു തിയേറ്ററിൽ ഡീസൻ്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് സെൻറ്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന പ്രതീക്ഷയിലാണ്. ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് എങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും, നിങ്ങളെല്ലാം നല്ലത് പറയുവാണെങ്കിൽ. ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ആടുജീവിതം എടുത്തുകൊണ്ട് പോകും എന്നുമില്ല. ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിലൊരു സ്പേസ് അവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം.